നമസ്കാരം. നമസ്കാരം ഡോക്ടർ, വളരെ ധൃതി പിടിച്ച് ഒരു ഇംപ്ലാന്റ് ഓപ്പറേഷനിലേക്ക് പോയതിൻ്റെ ഖേദം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 32 വയസ്സുണ്ട്. 32 വയസ്സ്, 2 കുട്ടികളുണ്ട്. അദ്ദേഹത്തിന് മൈൽഡായിട്ടുള്ളൊരു ഇറക്ഷൻ പ്രോബ്ലം കുറേ നാളായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം മരുന്ന് വാങ്ങി, മാർക്കറ്റിൽ നിന്നും മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ചെറിയൊരു പ്രശ്നം ഉള്ളതൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് തോന്നലാണ്. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. മറ്റൊന്നും ആലോചിക്കാതെ കേരളത്തിന് പുറത്തുള്ളൊരു സെൻറ്ററിൽ അദ്ദേഹം ഇംപ്ലാന്റ് ഓപ്പറേഷന് വിധേയനാവുകയും ചെയ്തു. ഇംപ്ലാന്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഈ കത്ത് നമുക്ക് അയക്കുന്നത്, ഈ സംശയം അയക്കുന്നത്. ആ ദിവസങ്ങളിലാണ് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്. ഇത് വേണ്ടിയിരുന്നില്ല, ചെറിയ പ്രായമല്ലേ, എനിക്കിത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ആ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 മാസം എന്തായാലും ഇത് ഉപയോഗിക്കണം. ഇനി ഇതിപ്പോൾ റിമൂവ് ചെയ്താൽ സ്കാറുകൾ ഉണ്ടാകും, മറ്റു പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു ഉദാഹരണം വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് നമ്മളുടെ ഒരു വീഡിയോ, ഇംപ്ലാന്റ് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഈ നാച്ചുറലായിട്ട് ഉദാഹരണം വീണ്ടെടുക്കാൻ കഴിയില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സംശയം വന്നത്. ഞാൻ ഈ ഒരു സംശയം ഡോക്ടറുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഒന്ന്, ഈ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഒരു 32കാരൻ പോയി അതിലുണ്ടായിരുന്നൊരു അദ്ദേഹത്തിൻ്റെ വിഷമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന്. 2, ഇദ്ദേഹത്തിന് ഉദാഹരണം തിരികെ എടുക്കാൻ കഴിയുമോ, ഈ 2 മാസത്തെ പീരീഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒന്ന്, ധൃതി പിടിച്ചൊരിക്കലും ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. നമുക്ക് തന്നെ ധാരാളം പേഷ്യൻ്റ്, ഡോക്ടറെ ഞാൻ ഇംപ്ലാന്റിൻ്റെ വീഡിയോ കണ്ടു, എനിക്കൊരു ഇംപ്ലാന്റ് വെച്ച് തരണം, എനിക്ക് ഇത്ര കാലമായിട്ട് 10 കൊല്ലമായിട്ട് ഉദാഹരണമില്ല, ശരിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടു വരുന്ന ധാരാളം പേരുണ്ട്. ഇവർക്കൊന്നും നമ്മൾ ആദ്യം തന്നെ പറയാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല. ഒന്ന്, നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയോടെ മനസ്സിലാക്കണം. എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നിങ്ങളുടെ ഉദാഹരണ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനുള്ള ചികിത്സ ചെയ്യാം. ഇംപ്ലാന്റ് ആവശ്യമാണെങ്കിൽ മാത്രമാണത് വെച്ച് തരുന്നത്. മാത്രമല്ല, ഡയറക്റ്റായിട്ട് ആർക്കും ഇംപ്ലാന്റ് വെച്ച് കൊടുക്കാറില്ല. ഇംപ്ലാന്റ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് പ്രോപ്പർ കോഴ്സ്, ആഡിക്വേറ്റ് കോഴ്സ് ഓഫ് മെഡിക്കേഷൻ കൊടുത്ത് നോക്കും, അതുകൊണ്ട് ഗുണമുണ്ടോ. അതും ഫെയിലിയറായി കഴിയുമ്പോഴാണ് നമ്മളുടെ പോളിസി അനുസരിച്ച് നമ്മൾ ഇംപ്ലാന്റിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേഷ്യൻ്റ് വന്നു, ഇംപ്ലാന്റിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് വന്നത്. ടെസ്റ്റൊക്കെ ചെയ്തു, സ്കാൻ ചെയ്തപ്പോൾ പെർഫെക്റ്റ്ലി നോർമലാണ് അങ്ങേരുടെ ശരീരം. പിന്നെ എന്താണ് ഉദാഹരണം പോകാൻ കാരണം? HbA1c 15 മുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ 3 മാസത്തെ ആവറേജ് കാണിക്കുന്ന ടെസ്റ്റ്. ബ്ലഡ് ഷുഗർ ഏതാണ്ട് എബോവ് 500 ആയിരുന്നു. റാൻഡം ബ്ലഡ് ഷുഗറിന് 500 മുകളിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വളരെ വ്യക്തമാണ്. ഷുഗറുണ്ട്, ഹൈ ലെവൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന, ഡോക്ടറെ എനിക്ക് യാതൊരു ലക്ഷണവും ഇല്ല, എനിക്ക് ക്ഷീണമില്ല, വേറെ ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല, രോഗലക്ഷണങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ശരിയാണ്, ഒരു അസുഖം വരുമ്പോൾ എല്ലാ അസുഖത്തിനും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഷുഗർ വരുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഷുഗർ നമ്മൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് നമ്മൾ ആകെ കൊടുത്ത ചികിത്സ ഷുഗറിനുള്ള ട്രീറ്റ്മെൻറ്റാണ്. കാരണം അത് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഉദാഹരണം നോർമലാവും. വേറെ ആൾക്കാരങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും വരുന്നു. ഇവർക്ക് പല കാരണങ്ങളാണ്, മൾട്ടിപ്പിൾ കോസസ്. ആ കോസുകളൊക്കെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ സ്കാനൊക്കെ ചെയ്യുമ്പോൾ പെനീസിനകത്തെ ബ്ലഡ് ഫ്ലോ ഒക്കെ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി,
അല്ലെങ്കിൽ വീനസ് ഇൻസഫിഷ്യൻസി, അല്ലെങ്കിൽ വീനസ് ലീക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണ് സാധാരണ ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഹൈ ലെവൽ ഡയബറ്റീസ് വന്നിട്ട് പെനീസിനകത്ത് ക്യാവർണോസിലൊക്കെ ഡാമേജായി ബ്ലഡൊക്കെ പിടിച്ച് നിൽക്കാൻ വയ്യാത്ത സ്മൂത്ത് മസിൽ ഡിസ്ഫങ്ഷനൊക്കെ വന്ന കേസുകളിൽ ഇംപ്ലാന്റ് വയ്ക്കാറുണ്ട്. പക്ഷേ 32 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് മുൻപുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പലതവണ അത് നോക്കണം. എല്ലാ ടെസ്റ്റുകളും നടത്തി ഇദ്ദേഹത്തിന് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്താലുള്ള വരുമ്പഴായികൾ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പേഷ്യൻറ്റിനെ പറ്റുമെങ്കിൽ അയാളുടെ പങ്കാളിയെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി ചില കേസുകളിൽ പങ്കാളിയെ കൊണ്ടുവരാൻ വില്ലിങ് ആയിരിക്കില്ല പേഷ്യൻസ്. ആ സാഹചര്യത്തിൽ പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് തീരുമാനമെടുക്കാൻ ഇഷ്ടം പോലെ സമയം വിട്ടുകൊടുക്കുക. പിന്നെ ചിലർ വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെടുക്കട്ടെ, മറ്റൊരു ഡോക്ടറെ കണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കട്ടെ. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഒരു ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ ടെസ്റ്റ് റിപ്പോർട്ടും കൊടുത്തേക്കുക. അവർക്ക് എവിടെയെങ്കിലും പോയി ഒപ്പീനിയൻ എടുക്കണേ എടുത്തോട്ടെ, ഇനി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ എല്ലാ പേഷ്യൻസിനും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരാൾക്ക് ആലോചിക്കാൻ പറയാറുണ്ട്, ഞങ്ങളെല്ലാവരും പറയാറുണ്ട്, ഇംപ്ലാന്റ് നമുക്ക് ചെയ്യാം, ബട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിൻ്റെ ഗുണങ്ങളിതാണ്, ദോഷങ്ങളിതാണ്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം 2, 3, 4 തവണ അവരെ കണ്ടതിന് ശേഷമാണ് ഇംപ്ലാന്റിലേക്ക് പോകുന്നത്. ഒരാളെ ഇന്ന് കണ്ടിട്ട് നാളെ ഇംപ്ലാന്റ് ചെയ്യാറില്ല. അതാണ് നമ്മുടെ പോളിസി. ഇനി എന്തായാലും ഈ വ്യക്തി ചെയ്തു പോയി, ഇനി അതെടുത്ത് കളഞ്ഞാലുള്ള കുഴപ്പം, ഇംപ്ലാന്റ് എടുത്ത് കളഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉദാഹരണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. കാരണം ഇംപ്ലാന്റ് വയ്ക്കുന്നത് പെനീസിനുള്ള കോർപ്പസ് ക്യാവർണോസ എന്ന് പറയുന്ന 2 സ്ട്രക്ചറുണ്ട്. ഇതൊരു 3 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സാണ് പെനീസിനകത്തുള്ളത്. അതിൽ 2 മുകളിലിങ്ങനെ, അതിനടിയിലൊന്ന്, അടിയിലുള്ള കുഴലാണ് കോർപ്പസ് സ്പോഞ്ചിയോസം. അതിൻ്റെ നടുവിലൂടെയാണ് മൂത്രനാളി ശുക്ലമൊക്കെ കടന്നു പോകുന്നത്. അതിനെ നമ്മൾ തൊടാറില്ല. അതിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന കോർപ്പസ് ക്യാവർണോസ എന്ന് പറയുന്ന ആ കുഴലിനകത്താണ് ഇംപ്ലാന്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇംപ്ലാന്റ് കടത്തി വയ്ക്കുമ്പോൾ തന്നെ പെനീസിനകത്തുള്ള ആ ഒരു മസിൽസിന്, സ്മൂത്ത് മസിൽസിന് കുറേ ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ അതിനാ വികസിക്കാനും ചുരുങ്ങാനുമുള്ള പ്രകൃതിദത്ത കിട്ടിയിരിക്കുന്ന ആ ക്ഷമത നഷ്ടപ്പെടും. കുറേ കോശങ്ങൾക്ക് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഊരിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ഈ പെനീസ് തളർന്ന് കിടക്കുകയുള്ളൂ. അതോടെ ഉദാഹരണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആ ഉദാഹരണം തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. പിന്നെ 2 മാസം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു ഓപ്പറേഷൻ ചെയ്തു, ആ മുറിവുകളൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്ത് വരാനായിട്ട് 2 3 മാസം എടുക്കും. ഇനി ഇദ്ദേഹം ഇതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ഇംപ്ലാന്റ് എടുത്ത് കളയാനായിട്ട് നോക്കുന്നത് ശരിയായ കാര്യമല്ല. പിന്നെ ആദ്യത്തെ 1-2 മാസം കുറച്ച് വേദനയൊക്കെ ഉണ്ടായേക്കാം. അത് ഇംപ്ലാന്റ് ചെയ്തത് എങ്ങനെ, ഏത് സൈസിലുള്ള ഇംപ്ലാന്റാണ് വെച്ചിരിക്കുന്നത്, ആ ഫിറ്റിങ്സ് കറക്റ്റാണോ, അങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് അത് വെച്ച് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള പേഷ്യൻ്റെ അനുഭവങ്ങൾ. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഇംപ്ലാന്റുകളുണ്ട്. ഒരു 4-5 തരം ഇംപ്ലാന്റുകൾ കിട്ടാനുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസും വിവിധ സൈസുണ്ട്. കാരണം എല്ലാ വ്യക്തികളുടെയും ലിംഗത്തിൻ്റെ സൈസ്, അതിൻ്റെ വണ്ണവും നീളവും ഒന്നും ഒരുപോലെയല്ല. അപ്പോൾ ഒരു പെനീസിൻ്റെ, ഒരു മനുഷ്യൻ്റെ പെനീസിന് വ്യക്തിയുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ആണ് ഇംപ്ലാന്റ് ചൂസ് ചെയ്യുന്നത്. ഏത് ഇംപ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ ഏത് സൈസിലുള്ളത് വേണമെന്ന് പല സൈസുണ്ട്. അപ്പോൾ ഏത് സൈസിലുള്ളത് വേണമെന്നുള്ളത് ഈ ഓപ്പറേഷൻ ഇടയ്ക്കാണ് തീരുമാനിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുമ്പോൾ 4-5 സൈസിൽ ഒരു കമ്പനിയുടെ ഇംപ്ലാന്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 4-5 സൈസിലുള്ള ഇംപ്ലാന്റുകൾ തിയേറ്ററിൽ റെഡിയായിരിക്കും. അത് ക്യാവർണോസ ഡയലേറ്റ് ചെയ്തതിന് ശേഷം മെഷർ ചെയ്യാനുള്ള മെഷറിംഗ് ടൂളുണ്ട്. ആ മെഷർമെൻറ്റ് ടൂൾ കൊണ്ട് മില്ലിമീറ്റർ വരെയുള്ള ലെങ്ത് എല്ലാം നമ്മൾ മെഷർ ചെയ്ത് നോക്കും. മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് പെനീസിൻ്റെ അഗ്രത്തിലേക്ക് എത്ര ലെങ്ത് വേണം, ശരീരത്തിന് ഉള്ളിലേക്ക് എത്ര ലെങ്ത് വേണം, ഇതൊക്കെ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയെടുത്തതിന് ശേഷമാണ് ഏത് ഇംപ്ലാന്റാണ്
പാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. ഇപ്പോൾ 5 അളവിലുള്ള തിരിപ്പുണ്ടെങ്കിൽ 5 ഈ ഇൻഡെക്സ് പേഷ്യൻ്റ്, ഈ കിടക്കുന്ന പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള സൈസാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നീളം കൂട്ടുകയും കുറയ്ക്കാനുമുള്ള മാർഗ്ഗങ്ങൾ ആ പാക്കറ്റിൽ തന്നെ ഉണ്ട്. അത് ആ ട്രീറ്റ് ചെയ്യുന്ന, സർജറി ചെയ്യുന്ന സർജൻ്റെ സ്കിൽസാണ്. അവർ വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ കൃത്യതയോടെ അത് മെഷർ ചെയ്ത് ഈ വ്യക്തിക്ക് ഏത് സൈസ് വേണോ ആ സൈസിലേക്ക് ഇംപ്ലാന്റിനെ മോഡിഫൈ ചെയ്യും. മോഡിഫൈ ചെയ്തതിന് ശേഷമാണ് ഉള്ളിൽ കടത്തി വയ്ക്കുന്നത്. കടത്തി വെച്ചതിന് ശേഷം നോക്കും ഇത് കറക്റ്റ് ഫിറ്റാണോ, ഇനി അതിൻ്റെ ലെങ്ത് അല്പം കൂടെ കൂട്ടണോ, അല്പം എടുത്ത് കുറയ്ക്കണോ. അല്പം ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടായി പോകും, കുറഞ്ഞു കഴിഞ്ഞാൽ അറ്റ ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നുമില്ലാതെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ഇത്തരം ട്രീറ്റ്മെൻറ്റ്, ചികിത്സകളും ഓപ്പറേഷനും സ്ഥിരം ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഡോക്ടേഴ്സിന്, അല്ലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഇത്രയും വലിയൊരു മുറിവുണ്ടായ സ്ഥിതിക്ക് കുറച്ച് നാളത്തേക്ക് വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ആ വേദനാസംഹാരികൾ അതിന് കൊടുക്കാറുണ്ട്. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമ്മളൊരു 4-5 ദിവസമാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും പേഷ്യൻസിന് കുറച്ച് പെയിൻ വരാം. അതിനുള്ള മരുന്നുകൾ കൊടുത്തു വിടും. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടോളറബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്. എല്ലാ പേഷ്യൻറ്റിനും ഒരുപോലെയല്ല പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ്. ചിലർക്കൊരു കൊതുക് കടിച്ചാൽ തന്നെ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വിരൽ മുറിഞ്ഞു പോയാൽ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, പോട്ടെ. അപ്പോൾ ഇത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പെയിൻ ടോളറൻസ് ഡിഫറൻ്റാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1-2 മാസത്തേക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ട് അദ്ദേഹം ശരിയാവും. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ ആ ഇംപ്ലാന്റ് എടുത്ത് മാറ്റാതിരിക്കുകയാണ് ബുദ്ധി. അതായത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും വയ്ക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തുകൊണ്ടോ അത് ചെയ്തു, ചിലപ്പോൾ ആവശ്യമുള്ള കേസായിരിക്കാൻ ചെയ്തത്, നമുക്കറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി നമുക്ക് കമൻറ്റ് പറയാൻ അറിയില്ലാത്തത് പറയാൻ പാടില്ല. അപ്പോൾ ഒരു ഡോക്ടർ അത് ചെയ്തപ്പോൾ ആ ഇംപ്ലാന്റ് ഇൻഡിക്കേറ്റഡ് ആയതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ നമുക്കതിൽ വിശ്വസിക്കാൻ പറ്റൂ. അല്ലാതെ ഇൻഡിക്കേറ്റഡ് അല്ലാത്ത ഒരു ഓപ്പറേഷൻ ഒരു ഡോക്ടർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ ചെയ്തു, ഇനി അത് എടുത്ത് കളയാനായിട്ട് ശ്രമിക്കേണ്ട. ആ ഒരു ടെൻഷനിൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടൊരു 3 മാസം കൊണ്ട് മുറിവെല്ലാം ഹീൽ ചെയ്ത് ഈ വ്യക്തിക്ക് നോർമലായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും തൃപ്തനായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ആകുലപ്പെടേണ്ടതില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം നല്ലതിനാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുക. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത്തരമൊരു പ്രോസസ്സിലേക്ക് ഇല്ലാതെ ഒരു സർജറിയിലേക്ക് പോയതിൻ്റെ ഒരു ആശങ്കകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇത്തരത്തിൽ പല ആശങ്കകളും നിങ്ങൾക്കുണ്ടാകും. ആ ആശങ്കകൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും നമ്മുടെ വാട്സപ്പ് നമ്പറുകളിലും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായി തുറന്ന് ചോദിക്കാം. അതിനുള്ള മറുപടി, വിശദമായ മറുപടി ഇതുപോലെ നൽകുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.